എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫുഡ് റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല. നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കണല്ലോ, അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ആ ടൈം യൂസ്ഫുള്ളാക്കിയിട്ട് പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ചെടിച്ചട്ടികളിൽ വെറുതെ കൊണ്ടുപോയി പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ കുത്തി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ആൾക്കാരൊക്കെ വരുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഇത് എങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, ഒരു സ്റ്റെപ്പും മിസ് ചെയ്യാതെ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു ഒഴിഞ്ഞ ട്യൂബാണ് കേട്ടോ. നമ്മളെ ഫ്യൂസായി പോയിട്ടുള്ള ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബ് ലൈറ്റ്, അതാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കയറ് ഇങ്ങനെ പിരിച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറേ കയറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യണമെന്ന് നോക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് മണ്ണ് നിറച്ച് കൊടുക്കുക. ഈ ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ട്യൂബ് ഇറക്കി വെക്കാൻ പോണത്. അപ്പോൾ ഈ ചട്ടിക്ക് ഞങ്ങളുടെ ഇവിടെ 30 രൂപയാണ് വില വരുന്നത്. പിന്നെ ട്യൂബ് നമ്മളെ വീട്ടിലുണ്ടാവും. പിന്നെ കയറ് ഒന്നെങ്കിൽ ചാക്ക് നൂല് ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കയറ് വാങ്ങിയിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ അത്രയും എക്സ്പെൻസ് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ ഈ ചട്ടി നിറയെ നമ്മൾ മണ്ണിട്ടിട്ട് നിറച്ച് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 11 ചട്ടി ഇവിടെ നിറക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സിമെൻറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ട്യൂബ് അവിടെ ഉറപ്പിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു ചട്ടി കവർ ചെയ്യുന്നത് വരെ മണ്ണിട്ട് നിറച്ച് കൊടുക്കണം. ഞങ്ങളിവിടെ മണ്ണ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സിമെൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് നല്ല ഉറപ്പോട് കൂടിയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഭംഗി വരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കയറിൻ്റെ മുകളിലും കളർ അടിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ചകിരിയുടെ കയറിന് പകരം നല്ല കളർഫുൾ ആയിട്ടുള്ള കയർ ചുറ്റി കൊടുത്താൽ മതിയാവും. ഇവിടെ ഞങ്ങൾ ഒരെണ്ണം ബ്ലൂ കയർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ടോട്ടൽ 11 ചട്ടി കാട്ടുന്നില്ല. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാട്ടുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ് കാട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ബോട്ടിൽ എങ്ങനെ ഹോൾസ് ഇട്ടിട്ട് സെറ്റാക്കാമെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളാണ്. അപ്പം ഇവിടെ നമ്മളുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പി നടു കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു കുപ്പിയുടെ 2 ഭാഗവും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ടോപ്പും അടിഭാഗവും യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഹാഫ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിലും ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലും 2 ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 സൈഡിലും. ഇത് നമ്മൾ ഒരു നൂല്, നല്ല കട്ടിയുള്ള നൂല് വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ മീനൊക്കെ പിടിക്കാൻ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു നൂല് യൂസ് ചെയ്താലും മതിയാവും. അത് നമ്മൾ ഈ സൈഡിലുള്ള ഹോൾസിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളത് ഹാങ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരു കോലിൽ നമ്മളിത് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൂലിട്ടിട്ട് കെട്ടുന്നത്. അപ്പം അങ്ങനെ അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പിലിട്ട് കെട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ കമ്പിയൊക്കെ അവൈലബിൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതെന്നുള്ളൂ, പിന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ നമ്മൾ ഒരു 8-9 കുപ്പി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നൂലിട്ട് കൊടുക്കുക, ഹോൾസ് ഉണ്ടാക്കിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ഈ നൂലിട്ട് കെട്ടി വെച്ചിട്ടുള്ള ഓരോ കുപ്പി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വളമണ്ണ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യം വേണമെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് എല്ലാ കുപ്പികളും മണ്ണിട്ട് നിറക്കാം. അങ്ങനെ ഞങ്ങളിവിടെ കംപ്ലീറ്റ് കുപ്പികളിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് കുപ്പി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മൂടിയുള്ള പോർഷനും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്, മറ്റേ അടിഭാഗമുള്ള പോർഷനും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മണി പ്ലാന്റ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഓൾറെഡി കയറ് കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അത് ആ ചട്ടിയിൽ കുഴിച്ചിടുക. നോർമൽ നമ്മൾ ചെടിയൊക്കെ നടുന്നത് പോലെ. ദെൻ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചിരട് കൊണ്ട് വെച്ചിട്ടുള്ള ഈ കുപ്പികൾ ഓരോന്നായി കെട്ടി കൊടുക്കുന്നത്. 2 സൈഡും നമ്മൾ ഡിഫറെൻറ്റ് ഹൈറ്റിലാണ് കേട്ടോ രണ്ടും വെച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വരുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗി വരുത്തണമെങ്കിൽ ഈ കുപ്പിയുടെ മുകളിലൊക്കെ കുറച്ച് അക്രിലിക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും. അപ്പോൾ അത് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നത് കാട്ടുന്നുണ്ട്.
ആക്ച്വലി ഞാനിത് ഷൂട്ട് ചെയ്യണമെന്ന് കരുതിയതല്ല. അപ്പോൾ എന്നും ഫുഡ് റെസിപ്പീസ് മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. അങ്ങനെ നമ്മളുടെ കംപ്ലീറ്റ് ബോട്ടിൽസ് ആ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ മുകളിൽ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ഓരോന്നായിട്ട് ഈ കുപ്പിയിൽ നട്ടു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെടിച്ചട്ടി അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങളുടെ വീടൊക്കെ നല്ല ഭംഗിയിൽ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ ഈ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് വെജിറ്റബിൾ പ്ലാന്റ്സും കൂടി കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് വെണ്ടക്ക, പിന്നെ അവിടെ തന്നെ പടവലങ്ങ, ചീര, പിന്നെ അങ്ങനത്തെ കുറച്ചും കൂടിയും വെജിറ്റബിൾസിൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ടൊമാറ്റോ. അപ്പോൾ അതിൽ വെണ്ടക്ക മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ എന്തോ ഒന്ന് പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കുറച്ചും കൂടിയും പ്ലാന്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സ് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മെയിൻ ഡോർ ഉണ്ടല്ലോ ഫ്രണ്ടിലത്തെ, അവിടെയും കുറച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ടോട്ടൽ 11 ചട്ടിയിൽ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളറും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് എന്ന് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. അപ്പോൾ ഇനി കളർ ചെയ്തിട്ടും അതുപോലെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് പ്ലാന്റ് ഹാങ്ങിങ് മെത്തേഡ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു.